വൈവിധ്യപൂർണമായ ഭൂതകാലത്തിലെ ഒരിക്കലും യോജിച്ചിട്ടില്ലാത്ത 500 നാട്ടുരാജ്യങ്ങൾ ഒരു ആധുനിക രാഷ്ട്രമായി മാറിയതിന്റെ പുറകിലെ കാരണമാണ്, ഒരു രാഷ്ട്രീയ കാരണമാണ്. ഈ ഒരു ഏകത്വം, ഇന്ത്യയുടെ ലക്ഷ്യം ഞാൻ പറഞ്ഞല്ലോ, വെൽഫെയർ സ്റ്റേറ്റ് എന്നുള്ളതാണ്. ആ വെൽഫെയർ സ്റ്റേറ്റിലേക്ക് നമ്മുടെ വണ്ടി സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. 47 മുതൽ ആരംഭിച്ചൊരു യാത്രയാണ്. ആ വാക്കിൽ തന്നെ അതിന്റെ അർത്ഥമുണ്ട്. ക്ഷേമരാഷ്ട്രം എന്ന വാക്കിൽ തന്നെയുണ്ട്. അപ്പൊ എങ്ങനെയാണ് ഈ ക്ഷേമരാഷ്ട്രത്തിലേക്ക് എത്തുക? ഇത് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ക്ഷേമരാഷ്ട്രത്തിലേക്ക് എത്താൻ ഞാൻ സാധാരണ അതിനൊരു വളരെ സിമ്പിൾ ആയിട്ടൊരു ഉദാഹരണം പറയാറുണ്ട്. ഞാന് പൂക്കോട്ടുകാവുന്ന് വരികയാണ്. ഞാൻ എങ്ങനെയാണ് തിരിച്ചു പോവാൻ? ഞാൻ അങ്ങോട്ടുള്ളൊരു ബസ്സിൽ കയറും, അത്രയേ ഉള്ളൂ. ചെറുപ്പളശ്ശേരിക്കൊക്കെ പോകുന്ന ഒരു ബസ്സിൽ കയറിയാൽ എനിക്ക് അവിടെ എത്താൻ കഴിയും. ഞാനതിന് പകരം സ്റ്റാൻഡിൽ പോയി നിന്നിട്ട് ഇങ്ങനെ ബസ് കാത്ത് നിൽക്കുകയാണ്. എനിക്ക് ചെറുപ്പളശ്ശേരിയിലേക്കുള്ള ബസ്സിലാണ് കയറേണ്ടത്. ഞാനതിന് പകരം കുറച്ചു നേരം നിന്നു, വണ്ടിയൊന്നും വരുന്നില്ല. അപ്പോഴൊരു നല്ല വണ്ടി വന്നു, ഞാനതിൽ ചാടി കയറി. ആ വണ്ടി പട്ടാമ്പിക്കുള്ള വണ്ടിയാണെന്ന് കരുതാൻ എന്ത് സംഭവിക്കും? വണ്ടി കയറൽ നടക്കും. വണ്ടി നല്ല വണ്ടിയാണ്, നല്ല പുഷ് ബാക്ക് സീറ്റൊക്കെ ഉണ്ട്, നല്ല AC ഉണ്ട്, പാട്ടുണ്ട്, സിനിമ ഉണ്ട്, ഒക്കെ ഉണ്ട്. വണ്ടി സ്റ്റാൻഡ് വിട്ടു. പക്ഷെ വണ്ടി പോകുന്നത് പട്ടാമ്പിയിലേക്കാണ്, എനിക്ക് പോകേണ്ടത് ചെറുപ്പളശ്ശേരിയിലേക്കാണ്. ഇന്ന് നമ്മുടെ രാജ്യം നേരിടുന്ന വലിയ പ്രതിസന്ധികളിൽ ഒന്ന്, ചെറുപ്പളശ്ശേരിയിലേക്ക് പോകേണ്ട ആൾക്കാർ പലരും പട്ടാമ്പിയിലേക്കുള്ള വണ്ടിയിൽ കയറിയിരിക്കുക എന്നുള്ളതാണ്. മനസ്സിലായിട്ടില്ല. വണ്ടി അങ്ങോട്ട് പത്തിരിപ്പാലേക്ക് വിട്ടുന്നു കേട്ടോ, വണ്ടി പത്തിരിപ്പാലേക്ക് വിട്ടുന്നു. നിങ്ങൾ ഈ പട്ടാമ്പി സ്റ്റാൻഡിൽ ചെന്ന് നിൽക്കുമ്പോഴാണ് ഇത് ചെറുപ്പളശ്ശേരി സ്റ്റാൻഡ് അല്ല എന്ന് മനസ്സിലാവുക. പിന്നെ മനസ്സിലായിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലേ. ചിലര് ഇറങ്ങുന്നുണ്ട് കേട്ടോ, ചിലര് മങ്കരയൊക്കെ ഇപ്പൊ ചിലര് ഇറങ്ങി. ഒരു പാമ്പ്ലാനി ഫാദറിനെ ഓർമ്മയില്ലേ? റബ്ബറിന് എത്ര ഉറുപ്പ്യയ്ക്ക 5 സീറ്റ് തരാന്നേ പറഞ്ഞു. മൂപ്പരുടെ കീശയിലാണ് ഈ സീറ്റ് മുഴുവൻ ഉണ്ടായിരുന്നത്, 5 പാർലമെന്റ് സീറ്റ്. അപ്പോഴാണ് മണിപ്പൂര് വെടിയും കത്തലും പൊട്ടലും സീറ്റിലൊക്കെ 5 അല്ല 500 ഉറുപ്പ്യയ്ക്കാൽ 5 സീറ്റും ഇല്ല, 50 സീറ്റും ഇല്ല. അതാ കാര്യം എത്രയേ ഉള്ളൂ. മൂപ്പര് മങ്കരത്തെയപ്പോ കാര്യം പിടികിട്ടി, വണ്ടി വഴിമാറി പോവാണ്, അവിടെ ഇറങ്ങി. ഇപ്പോഴും എല്ലാവർക്കും മനസ്സിലായിട്ടില്ല. നമുക്ക് പോണ്ട സ്ഥലത്തേക്കുള്ള വണ്ടിയിലല്ല ഇരിക്കണത്, ഈ വണ്ടി നമ്മെ വേറൊരു സ്റ്റാൻഡിൽ കൊണ്ടുചെന്ന് ഇറക്കും എന്ന് മനസ്സിലായിട്ടില്ലാത്ത ഒരുപാട് ആൾക്കാര് ഈ വണ്ടിയിലെ പാട്ടൊക്കെ കേട്ടിട്ട് ഹര 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. അതാണ്. അപ്പൊ നമ്മുടെ ഒരു ജോലി വളരെ ചെറുതല്ല. നമ്മുടെ ജോലി ഈ വണ്ടിയുടെ പിന്നാലെ വേറൊരു വണ്ടി പോയിട്ട് എവിടുന്നാച്ചാ അവിടെ ക്രോസ് ഇട്ട് പിടിച്ചിട്ട് തടുത്ത് നിർത്തിയിട്ട് ഈ ആൾക്കാരെ പറഞ്ഞിട്ട് അവിടെ ഇറക്കിയിട്ട് അടുത്ത വണ്ടിയിൽ ഇങ്ങോട്ട് കയറ്റി. വലിയ പാടാ. പരിഷത്ത് ഉൾപ്പെടെയുള്ള ആളുകൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, വലിയ പാടായിട്ടുള്ള ഈ കാര്യം ചെയ്യണതിന്റെ പേരാണ് ഇക്കാലത്തെ രാഷ്ട്രീയ പ്രവർത്തനം. അത് നിങ്ങൾ എന്തെങ്കിലും ഗുവാ എന്ന് പറയുന്നതിന്റെ പേരല്ല. രാവിലെ ഞാനിങ്ങനെ ഇറങ്ങിയിട്ടുണ്ട്, രാത്രി എത്ത ഞാൻ എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഈ പണിയാണ് ഈ ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ കാലത്തെ ഇടതുപക്ഷ രാഷ്ട്രീയ സാംസ്കാരിക പ്രവർത്തനം എന്ന് പറയുന്നത്. ഇത് നിങ്ങൾക്ക് ഇത് എളുപ്പത്തിൽ മനസ്സിലാവും കേട്ടോ. പട്ടാമ്പിക്കും ചെറുപ്പളശ്ശേരിക്കുള്ള വണ്ടി കണ്ടുപിടിക്കൽ അത്ര ബുദ്ധിമുട്ടല്ല. പക്ഷേ പൊളിറ്റിക്സ് കുറെ കൂടി സങ്കീർണമാണ്. അവിടെ ക്ഷേമരാഷ്ട്രത്തിലേക്കുള്ള വണ്ടിയിൽ കയറാനാണ് 47 തീരുമാനിച്ചു. അതിപ്പോ വണ്ടി മാറിയിട്ട് ഹിന്ദു രാഷ്ട്രത്തിലേക്കുള്ള വണ്ടിയിലാണ്. കുറെ തന്നെ വണ്ടി സ്റ്റാൻഡിലാന്ന് കരുതണ്ട, വണ്ടി ഹിന്ദു രാഷ്ട്രയിലേക്കുള്ള ലക്ഷ്യം വെച്ചിട്ട് ഒരുപാട് ഒറ്റപ്പാലം വാണിയങ്ങളൊക്കെ വിട്ടുന്നു. കുറച്ച് ദൂരം കൂടി എഴുതുന്നു, കുളപ്പുള്ളിയൊക്കെ എത്തിയിരുന്നു. എങ്ങനെയാണ് ക്ഷേമരാഷ്ട്രത്തിലെത്തുക? അതിനെന്താ മാർഗം? പട്ടാമ്പിക്കെത്താൻ എളുപ്പ, അല്ലെങ്കിൽ അത്ര കോംപ്ലിക്കേറ്റഡ് അല്ല. പക്ഷെ ഇത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. അല്ല, അഥവാ കോംപ്ലിക്കേഷൻ ഇല്ല, നന്നായിട്ട് ആലോചിച്ച് തീരുമാനിച്ചാൽ എത്തും, ഡെഫിനറ്റ് ആയിട്ടും എത്തും. വെൽഫെയർ സ്റ്റേറ്റിൽ എത്തും. എങ്ങനെ എത്താം? അതിനുള്ള വാഹനങ്ങളെയാണ് ഇന്ത്യയുടെ ഭരണഘടന നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള കാര്യങ്ങൾ. അതിലൊന്നാണ് ഡെമോക്രസി. നിങ്ങൾ ഡെമോക്രസിയുടെ വണ്ടിയിൽ കയറണം, നിങ്ങൾക്ക് ആ പോയിന്റിൽ എത്താം.
നിങ്ങൾ സെക്യുലറിസത്തിന്റെ വണ്ടിയില്, ഫെഡറലിസത്തിന്റെ വണ്ടിയില്, ഇക്വിറ്റിയുടെ വണ്ടിയില്, ഇക്വാലിറ്റിയുടെ വണ്ടിയില് എല്ലാം കയറും. നിങ്ങൾ എവിടെ എത്തും? വെൽഫെയർ സ്റ്റേറ്റിലെത്തും. നിങ്ങളെ ഒരുമിപ്പിക്കുന്ന ഒരേ ഒരു സാധനം, ഒരു യൂണിറ്റി, വെൽഫെയർ സ്റ്റേറ്റ് എന്ന ഇന്ത്യൻ രാഷ്ട്രത്തിന്റെ ലക്ഷ്യമാണ്. മറ്റൊന്നുമില്ല. ഹിന്ദുവായ, മുസൽമാനായ, ക്രിസ്ത്യനായ, പാഴ്സിയായ, ഇതൊന്നുമല്ലാത്ത, ആ ജാതിയായ, ഈ ജാതിയായ, ആ ഭാഷയുള്ള, ഈ ഭാഷയുള്ള, ആ വസ്ത്രമുള്ള, ഈ വസ്ത്രമുള്ള, ആ ഭക്ഷണം കഴിക്കുന്ന, ഈ ഭക്ഷണം കഴിക്കുന്ന, ആണായ, പെണ്ണായ, ഇതൊന്നുമല്ലാത്ത ആലോചിച്ച് നോക്കൂ, ഈ രാജ്യത്തെ ഒരുമിപ്പിച്ചു നിർത്താൻ ഒരു ഭാഷയ്ക്ക് കഴിയില്ല, ഒരു സംസ്കാരത്തിന് കഴിയില്ല, ഒന്നിനും കഴിയില്ല ഈ രാജ്യത്തിന്റെ ലക്ഷ്യത്തിനല്ലാതെ. നമ്മളെ ഈ പല മുത്തുകളില്ലേ, ഈ മുത്തുകളെ കോർക്കുന്ന ചരട് എന്ന് പറയണത് ഇതാണ് കേട്ടോ. വെൽഫെയർ സ്റ്റേറ്റ് എന്ന ആധുനിക ഇന്ത്യൻ രാഷ്ട്രത്തിന്റെ ലക്ഷ്യമാണ്. ഇപ്പൊ എന്താ നടക്കുന്നതെന്നറിയോ? ആ ചരട് ഇങ്ങോട്ട് ഊരുകയാണ്. ഈ വെൽഫെയർ സ്റ്റേറ്റ്, അതിനെപ്പറ്റി നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? അതിനെപ്പറ്റി കേൾക്കണമെങ്കിൽ നിങ്ങൾക്ക് ഡെമോക്രസി രുചിക്കണം, അത് അനുഭവപ്പെടണം, അത് ഫീൽ ചെയ്യണം. അല്ലാണ്ട് വെൽഫെയർ സ്റ്റേറ്റ് എന്ന് പ്രസംഗിച്ചിട്ട് കാര്യമില്ല. എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലെ ജീവിത അനുഭവങ്ങളിലെ ഓരോ സെക്കൻഡിലും ഡെമോക്രസി വന്നിട്ട് ഇങ്ങനെ തിരക്കണം. പൂരത്തിനൊക്കെ പോയ ആൾക്കാർ തിരക്കില്ലേ? അമ്മട്ടിൽ ഡെമോക്രസി തിരക്കണം. സെക്യുലറിസം നമ്മളെ വന്നിട്ട് ഇങ്ങനെ ഞെരുക്കണം. ഫെഡറലിസം ഇങ്ങനെ വന്നിട്ട് നമ്മളെ പൊതിയണം. ഇക്വിറ്റി, ഇക്വാലിറ്റി, തുല്യത, അതൊക്കെയാണ് അത് സാധനം. ഇക്വിറ്റി വളരെ പ്രധാനപ്പെട്ട ഒരു വാക്കാണ്. നീതി എന്ന അതിന്റെ അർത്ഥം. നീതി വലിയ കനമുള്ളൊരു വാക്കാണ്. ഇന്ത്യയുടെ ഭരണഘടനയെ ഒരൊറ്റ വാക്കിലേക്ക് ഇങ്ങോട്ട് പിഴിഞ്ഞെടുത്താല് നിങ്ങൾക്ക് ഒരൊറ്റ വാക്കിൽ ഇന്ത്യയുടെ ഭരണഘടന പറയാം. 1.5 മണിക്കൂർ പറയാം, 1.5 ദിവസം പറയാം. ഒരു വാക്കിൽ പറയാൻ എന്നോട് പറഞ്ഞാല് ഞാൻ തുല്യത എന്നാ പറയാ, നീതി എന്നാ പറയാ, ഇക്വിറ്റി എന്നാ പറയാ. നീതി ഇല്ലാത്ത ഒരു സാധനവും തോട്ടിലെറിയണം കേട്ടോ. നല്ല വേടന്നെ ഞാൻ സാന്ദർഭികമായിട്ട് പറയാൻ. ആളുകൾ നിയമത്തെ പറ്റിയാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മളെപ്പോഴും നീതിയെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കണം. നീതി പുലരാൻ വിഘാതമായി നിൽക്കുന്ന എല്ലാ നിയമങ്ങളെയും, സകല സംവിധാനങ്ങളെയും ആധുനിക മനുഷ്യ സമൂഹം കടലിലേക്ക് വലിച്ചെറിയണം എന്നുള്ള പക്ഷക്കാരനെ. കാരണം ഇന്ത്യ നീതി പുലരണ ഒരു ക്ഷേമ രാഷ്ട്രം ലക്ഷ്യമാക്കി 70 കൊല്ലം മുമ്പേ യാത്ര തുടങ്ങിയിട്ടുള്ള ഒരു രാജ്യത്തിന്റെ പേരാണ് ഇന്ത്യ എന്ന് പറയുന്നത്. നിങ്ങളെ തമാശ കളിക്കല്ലേ. ആ ചരടാണ് എടുത്തു മാറ്റണത്. എന്നിട്ടോ ആ ചരട് ഊരിയാൽ എന്താ ഉണ്ടാവുക? പറയണ്ട. ആ മുത്തുകളെ പിന്നെ ഭാഷയിൽ കോർക്കാന്നാ ആലോചിക്കണം. നടക്കില്ല. അമിത്ഷായും മോദിയും ഹിന്ദിയുടെ നൂല് കൊണ്ടുവന്ന് തിരികാല് നടക്കില്ല. ഭക്ഷണത്തിന്റെ, വസ്ത്രത്തിന്റെ, കൾച്ചറിന്റെ, അഥവാ ഈ നിയമത്തിന്റെ ഒക്കെ ഒരു നൂല് കൊണ്ട് ഇതിനെ കോർക്കാൻ കഴിയില്ല. അതുകൊണ്ട് നമ്മുടെ ബേസിക് ആയിട്ടുള്ള ആർഗ്യുമെന്റ് എന്താന്ന് വെച്ചാല്, നേരത്തെ സൂചിപ്പിച്ചതുപോലെ വെൽഫെയർ സ്റ്റേറ്റ് എന്ന ആ ഒരു നൂലിനെ വലിച്ചെടുത്ത് മറ്റൊരു നൂല് തിരികാൻ ശ്രമിക്കുക. അതാണ് 1 നേഷൻ 1 ഇലക്ഷൻ. പല നൂലുകളാണ്, അതിലൊരു നൂല്. ഈ മുത്ത് നിൽക്കില്ല. അതെന്താ നിൽക്കില്ല എന്ന് പറയാൻ കാരണം? അതൊക്കെ നിൽക്കുന്ന പറയാ. നിൽക്കില്ല. കാരണം ഒരു രാജ്യമല്ലേ, പെട്ടെന്ന് അതൊരു ലളിത യുക്തിയാണ്. ഒരു രാജ്യമല്ലേ, അപ്പൊ അതിനൊരു നിയമല്ലേ വേണ്ടത്, അതിനൊരു ഭാഷയല്ലേ വേണ്ടത്, അതിനോ ഒന്നല്ലേ വേണ്ടത്. പലജാതി ആയത് ഒന്നായതാണ്. ഇന്ത്യ ഉണ്ടായത് ഒരു എഗ്രിമെന്റിന്റെ പുറത്താണ് കേട്ടോ. അപ്പൊ മനസ്സിലാക്കണം നന്നായിട്ട്. ഇപ്പൊ അത് വേറൊരു വിഷയമാണ്. കാശ്മീരിലൊക്കെ, കാശ്മീർ എങ്ങനെയാണ് ഇന്ത്യയുടെ ഭാഗമായത്? 1947 ഓഗസ്റ്റ് 15 കാശ്മീർ ഇന്ത്യയിലില്ല. കാശ്മീർ ഇന്ത്യയിലില്ല. വേറെ പലതും ഉണ്ട്, കാശ്മീരില്ല. മയ്യഴി ഇന്ത്യയിലില്ല. എങ്ങനെയാണ് കാശ്മീർ ഇന്ത്യയുടെ ഭാഗമായത്? ഒരു ദിവസം രാവിലെ നേരം പുലർന്നപ്പോഴേക്ക് ഏതെങ്കിലും ഒരു ദേവത ഇങ്ങനെ ഒരു താലത്തിൽ കൊണ്ടുവന്ന് കാശ്മീരിനെ ഇന്ത്യയുടെ ഭാഗമാക്കിയതല്ല. 47 ആഗസ്റ്റ് 15 കാശ്മീർ എവിടെയാണ്? കാശ്മീർ പാകിസ്ഥാന്റെ ഭാഗമായിട്ടുള്ള ഒരു പ്രവിശ്യയാണ് 47 ആഗസ്റ്റ് 15 കാശ്മീർ. വലിയ സ്വയംഭരണമുള്ള 2-3 കാര്യങ്ങളിൽ മാത്രം പാകിസ്ഥാൻ രാഷ്ട്രത്തിന്റെ ഒപ്പം നിൽക്കുന്ന പാകിസ്ഥാന്റെ ഒരു പ്രൊവിൻസ് ആണ് കാശ്മീർ. ആ കാശ്മീർ ഇന്ത്യയിൽ വന്ന എഗ്രിമെന്റ് ആണ്.
ഈ വിവിധ രാജ്യങ്ങൾ ഇന്ത്യയുമായി ചേർന്ന് ഇന്ത്യയായി മാറിയത് ഇറ്റ്സ് എൻ എഗ്രിമെന്റ്. ആ എഗ്രിമെന്റിന്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞതാണ്. എന്തിനാ ചേർന്നത്? ഇവിടെ നിങ്ങളുടെ ചന്ത കണ്ട് ചേർന്നതൊന്നുമല്ല. അത് ശരി, നെഹ്റു വലിയ നെഹ്റുവാണെന്ന് പറഞ്ഞ് ചേർന്നതൊന്നുമല്ല. ഇവൻ ഗാന്ധി വലിയ ഗാന്ധിയാണെന്ന് പറഞ്ഞ് ചേർന്നതൊന്നുമല്ല. പിന്നെ ഉറപ്പാണ്, ഇതൊരു വാഗ്ദാനമാണ്. നിങ്ങളും ഞങ്ങളും ചേർന്ന് നമ്മൾ ഇന്നു മുതൽ വെൽഫെയർ സ്റ്റേറ്റ് എന്ന ലക്ഷ്യത്തിലേക്ക് നീങ്ങാൻ പോകുന്നു എന്ന ഭരണഘടനയുടെ ഉറപ്പിന്റെ പുറത്താണ് ഈ കണ്ട മനുഷ്യരെല്ലാം ഇന്ത്യയായി മാറാൻ തീരുമാനിച്ചത്. അതിനു മുമ്പ് ഇന്ത്യ ഇല്ലേ? ഇന്ത്യ ഇല്ല. പക്ഷെ നോക്കൂ, നിങ്ങൾ ഓരോന്നും ചെതറിക്കൊണ്ടിരിക്കുകയല്ലേ. ഇപ്പൊ ഡെമോക്രസിയുടെ കാര്യം എടുക്കുക. നേരത്തെ ഇവിടെ പറഞ്ഞല്ലോ, എന്താണ് യഥാർത്ഥത്തിൽ ഡെമോക്രസി എന്ന് പറഞ്ഞാൽ? നമ്മൾ വിചാരിക്കുന്നത് അതൊരു ഇലക്ഷൻ ആണ്. ഇലക്ഷൻ തന്നെ എന്താണെന്നുള്ളത് ഞാൻ പറയാം. ഡെമോക്രസി ഒരു ഇലക്ഷൻ അല്ല. തീർച്ചയായിട്ടും ഇലക്ഷൻ ഒരു പാർട്ട് ഓഫ് ഡെമോക്രസി, സംശയമില്ല. പക്ഷെ വാട്ട് ഈസ് ഡെമോക്രസി? അതിന് ഉത്തരം അംബേദ്കർ പറഞ്ഞിട്ടുണ്ട്. ഇദ്ദേഹം പറയാ, ഡെമോക്രസി, ജനാധിപത്യം എന്ന് പറയുന്നത് തുല്യത എന്നാണ്. ഡെമോക്രസി മീൻസ് ഈക്വാലിറ്റി. തുല്യത എന്താണ്? നമ്മൾ തുല്യത നേരത്തെ പറഞ്ഞ പോലെ ഒരേ ഡ്രസ് ഇടുന്നതല്ല തുല്യത. ഒരുപോലെ ഒരേ ചെയറിൽ ഇരിക്കുന്നതല്ല തുല്യത. നിങ്ങൾ ഒരേ ചെയറിൽ ഇരിക്കുമ്പോഴും തുല്യരല്ലാതെയാണ് ഇരിക്കുന്നത്. ഇത് മനസ്സിലാക്കണം. അപ്പൊ പിന്നെ എന്താ തുല്യത? ഇദ്ദേഹം പറയുന്നത് 3 തുല്യതയുണ്ട്. 3 തരം തുല്യതയെങ്കിലും ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ 300 കണ്ടുപിടിക്കാൻ കേട്ടോ. അംബേദ്കർ പറഞ്ഞ 3 ഞാൻ പറയാം. അതൊന്ന് പൊളിറ്റിക്കൽ ഇക്വാലിറ്റിയാണ്, 2 എക്കണോമിക് ഇക്വാലിറ്റിയാണ്, 3 സോഷ്യൽ ഇക്വാലിറ്റിയാണ്. ഈ 3 തുല്യതയും ചേരുന്നതാണ് തുല്യത. ഈ തുല്യതയാണ് ഡെമോക്രസി. 47-50 ഭരണഘടന പറഞ്ഞതാണ്. നിങ്ങൾ ആ ഒരു പശ്ചാത്തലത്തിൽ ഇന്ത്യൻ ഡെമോക്രസി ഒന്ന് നോക്കി നോക്കൂ. എവിടെ എത്തി 80 കൊല്ലം കൊണ്ട്? ആ വണ്ടിയിൽ കയറിയാൽ ആ സ്റ്റോപ്പിൽ എത്തുക. എവിടെ എത്തി 80 കൊല്ലം കൊണ്ട്? ഓഫ് കോഴ്സ് നമ്മൾ പൊളിറ്റിക്കൽ ഇക്വാലിറ്റി നേടി. 18 വയസ്സായി നിങ്ങൾക്ക് വോട്ടുണ്ട്, നിങ്ങൾക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആവാം, ഇന്ത്യൻ രാഷ്ട്രപതി ആവാം, ഒക്കെ ആവാം, കളക്ടർ ആവാം, മുൻസിഫ് ആവാം, ഒക്കെ ആവാം. അതിന്റെ മുമ്പല്ല കേട്ടോ. അതിന്റെ മുമ്പ് ഷാജഹാന്റെ മകനാണ്. മകള് കൂടിയല്ലേ? മകള് കാരാഗ്രഹത്തിലായിരുന്നു, ജഹനാര. മനസ്സിലായോ? രാജാവിന്റെ മകൻ വിഡ്ഢിയാണെങ്കിൽ, രാജാവിന്റെ മകൻ പൊട്ടനാണെങ്കിൽ പൊട്ടനാണ് രാജാവ്. അതിനെയാണ് നമ്മൾ സുവർണകാലം എന്ന് പറയുന്നത്. ആരെ എഴുതി വെച്ചുണ്ടാവും? ആ രാജാവിന്റെ ഭരണകാലം ഇന്ത്യയുടെ സുവർണകാലമായിരുന്നു എന്ന് 8ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിലൊക്കെ എഴുതി വെച്ചവനെ ഇപ്പൊ കിട്ടിയ അപ്പ കൊടുക്കണടി. ഒരു പെറ്റി കേസേ വരുള്ളൂ. ഈ രാജ്യത്തിന്റെ ചരിത്രത്തിൽ സുവർണകാലം എന്നൊന്ന് ഉണ്ടായിട്ടില്ല. മനസ്സിലാക്കണം കേട്ടോ. അങ്ങനൊന്നും ഉണ്ടായിട്ടില്ല. എനിക്കറിയില്ല, മഹാഭൂരിപക്ഷം മനുഷ്യരെ സംബന്ധിച്ചും സുവർണകാലം എന്ന ഒന്ന് ഉണ്ടോ എന്നറിയില്ല. ഉണ്ട് എന്ന് വിശ്വസിക്കണു. ഉണ്ടെങ്കിൽ അത് ഭൂതകാലത്തിൽ ഉണ്ടായ കാര്യമല്ല, ഭാവിയിൽ വരാനിരിക്കുന്ന ഒരു കാര്യമാണ്. നമ്മളെല്ലാം അതിനു വേണ്ടി പരിശ്രമിക്കുക. അങ്ങനെ ഒരു കാലം ഉണ്ടാവും, ഭാവിയിലെ കാര്യം. ആ കാലം ഉണ്ടാവണമെങ്കിൽ നമ്മൾ ഈ വണ്ടിയിൽ കയറി സഞ്ചരിക്കണം. 80 കൊല്ലമായിട്ട് നമ്മൾ എവിടെ എത്തി നിൽക്കുന്നത്? അത് മനസ്സിലാക്കിയാലാണ് ഈ എന്താ പറയാ, പുതിയ രൂപമാറ്റം വരുത്തുന്ന ഇലക്ഷന്റെ മുഴുവൻ കാമ്പും നമുക്ക് പിടികിട്ടും. നേരത്തെ ഇവിടെ പറഞ്ഞല്ലോ, ഈ കഴിഞ്ഞ 10-80 വർഷത്തെ ഒരു ഇന്ത്യയുടെ ഡെമോക്രസിയുടെ ചരിത്രം ഡെമോക്രസി വേഴ്സസ് ഒളിഗാർക്കിയുടെ കൂടി ചരിത്രമാണ്. ഈ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു സവിശേഷമായിട്ടൊരു പ്രഭുവർഗമാണ്. ഞാൻ ഇതൊന്നും വ്യക്തിപരമായിട്ട് പറയല്ല കേട്ടോ, പേഴ്സണൽ അല്ല. താല്പര്യങ്ങളാണ് പറയുന്നത്, വർഗപരമായ താല്പര്യങ്ങളാണ് പറയുന്നത്. നോക്കൂ, ഞാൻ വീണ്ടും അത് തന്നെ ആവർത്തിക്കില്ല. ഇന്നലെ വേടന്റെ കേസിൽ നിങ്ങൾ നോക്കൂ. എങ്ങാണ്ട് കിടക്കുന്ന ഒരു പോലീസുകാരന് കഞ്ചാവ് പിടിക്കാൻ പോയപ്പോ, കഞ്ചാവ് പിടിക്കാനാ പോയത് ഇയാള് പുലിയെ പിടിക്കാൻ പോയതൊന്നുമല്ല. പുലി മുരുകൻ ഇയാള് കഞ്ചാവ് പിടിക്കാൻ പോയിട്ടാണ്. അപ്പോഴാണ് 5-6 ഗ്രാം കഞ്ചാവ്. 6 ഗ്രാം കഞ്ചാവ് എന്ന് പറയുമ്പോൾ ഒരു ഇരയില്ല. കാരണം അത് സ്റ്റേഷനിൽ നിന്ന് വിടണം. നിങ്ങൾ ഹെൽമെറ്റ് ഇല്ലാണ്ടൊക്കെ പിടിച്ച മറ്റു സാധനമാണേ. അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോ കഴുത്തിലെ മാലയായി. അത് ഇതുകൊണ്ടാണ് നമ്മുടെ രാജ്യം ഇതൊന്നും കക്ഷി രാഷ്ട്രീയ പ്രശ്നമല്ല കേട്ടോ. നമ്മുടെ രാജ്യം ഭരിക്കുന്നത് സ്വാതന്ത്ര്യം വാങ്ങി 10-80 കൊല്ലം പിന്നിട്ടിട്ടും വർഗപരമായി പറഞ്ഞാൽ ഒരു ഒളിഗാർക്കിയാണ്. ഈ ഡെമോക്രസി വേഴ്സസ്
ഒളിഗാർക്കി. ഇതൊരു പ്രഭുവർഗത്തിന്റെ ഒരു ഒളിഗാർക്കിയാണ്. അതാണ് ഇവിടുത്തെ പ്രത്യേകത. അത് സവിശേഷമായിട്ടുള്ള ഒരു ഇന്ത്യൻ സാഹചര്യമാണ്. ഇത് രണ്ടും കൂടി നിലനിൽക്കില്ല. ഡെമോക്രസിയും ഒളിഗാർക്കിയും ചേർന്ന് നിലനിൽക്കില്ല. ഞാനും നിങ്ങളും കൂടി ഈ ചെയറിലിരിക്കില്ല. അതിനുള്ള വലിപ്പല്ലേ ഈ ചെയർ? നിങ്ങൾ നീച്ചാലേക്ക് ഇരിക്കാൻ പറ്റുള്ളൂ. അതാ എന്ന പോലെയാണ് ഡെമോക്രസി ഇരിക്കണ ചെയറിൽ ഒളിഗാർക്കിക്ക് ഇരിക്കാൻ പറ്റില്ല. ഇപ്പൊ ഇരിക്കണത് എങ്ങനെയാണ്? തിരക്കിരിക്കുക. കുറച്ചേ കിട്ടിയിട്ടുള്ളൂ. എന്താണ് അത് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്? ഈ കസേരയെന്നതിനും നമ്മള് ബസ്സിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ കണ്ടിട്ടില്ലേ? അത് വേറൊരു മനുഷ്യാവകാശ ധ്വംസനത്തിന്റെ കഥയാണ് കേട്ടോ, ബസ്സിലെ സീറ്റ് എന്ന് പറയുന്നത്. ഞാൻ സാന്ദർഭികമായിട്ട് പറയാം. നമ്മുടെ നാടൊക്കെ ഭരിക്കുന്ന മനുഷ്യന്മാരെ ഈ പാലക്കാട്ടിൽ നിന്ന് കോഴിക്കോട്ടേക്കുള്ള ഈ എന്താ സൂപ്പർ ഫാസ്റ്റ് ബസ് ഉണ്ടല്ലോ, അതിന്റെയൊക്കെ പിന്നിലത്തെ സീറ്റിൽ അങ്ങനെ ഇരിക്കുന്ന സീറ്റില്ലേ പിന്നില്? ഈ നമ്മുടെ നാട്ടിൽ പറയും കുണ്ടമുറത്തിൽ അരിവാള് പെട്ടെന്ന്. ഞാനൊക്കെ കോഴിക്കോട്ടേക്ക് ആ പിറകിലെ സീറ്റിൽ കിട്ടിയാണ്ടല്ലോ RTO ഓഫീസൊക്കെ ബോംബിടാൻ തോന്നും അല്ലെ? മനുഷ്യാവകാശ ധ്വംസനങ്ങളാണ്. അപ്പൊ അതിലിരിക്കുമ്പോ അങ്ങനെയാണ്. ഈ ഇത്രേ ഉണ്ടാവുള്ളൂ സീറ്റ്. അപ്പൊ ഒരു ഇന്നെപ്പോലെ ഒരു തടിയുള്ള ആളാണ് അപ്പുറത്തിരുന്ന ആള് കുടുങ്ങി. ഒരു ചന്തിയെ വെക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഒരു തിരിവൊക്കെ തിരിയുമ്പോ അങ്ങോട്ട് തട്ടും. അതോടുകൂടി അത് പോകും. ആ മട്ടിലാണ് ഒളിഗാർക്കി കളിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയിൽ കേട്ടോ. ഡെമോക്രസിക്ക് ഇപ്പൊ ഒരു സീറ്റ് ഉണ്ട്. പക്ഷെ ഏത് തിരിവിലാണ് ഇത് തട്ടപ്പെടുക എന്നറിയില്ല. അതിനുള്ള ഓരോ സന്ദർഭങ്ങളും സമർത്ഥമായി ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ആ പ്രഭുവർഗ രാഷ്ട്രീയത്തിന്റെ ഇന്ത്യയിലെ അപ്പോസ്തലന്മാരാണ് ഹിന്ദുത്വ രാഷ്ട്രീയം. അതുകൊണ്ട് അവര് ചെയ്യുന്ന എല്ലാ കാര്യവും ഈ ഡെമോക്രസി തോറ്റിട്ടായാലും വേണ്ടില്ല, ഒളിഗാർക്കിയെ നിലനിർത്താനുള്ള വലിയ പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുക. ഇത് തോറ്റാലും കുഴപ്പമില്ല. അതിന്റെ ഇടയിൽ എന്ത് ചെയ്യും? അതിന്റെ ഇടയിൽ ഇലക്ഷനിലൊക്കെ മത്സരിക്കും. അങ്ങനെയൊക്കെ ഉണ്ട്. ഭൂരിപക്ഷത്തിലല്ലേ ഞങ്ങൾ വന്ന് ഞങ്ങൾ ഓടി പൊളിച്ചിട്ടൊന്നല്ല ചോദിച്ചാൽ തിരിഞ്ഞില്ലേ? അത് ഹിറ്റ്ലറും അങ്ങനെ തന്നെയാണ് വന്നത്. നാം കാണേണ്ട ഒരു കാര്യം, ഫാസിസ്റ്റുകൾ ജനാധിപത്യത്തെ ഉപയോഗിക്കുന്നതും ദുരുപയോഗിക്കുന്നതും ജനാധിപത്യത്തെ ഇല്ലാതാക്കാനാണ്. നന്നായിട്ട് മനസ്സിലാക്കണേ. രണ്ടും ചെയ്യും. രണ്ടും ചെയ്യുന്നതിനെ നന്നാക്കാനല്ല, അതിനെ ഇല്ലാണ്ടയാക്കാനാണ്. അതിനെ ഇല്ലാണ്ടയാക്കാൻ പറ്റുന്ന ഓരോ ന്യായങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ ഇവിടെ ഇപ്പോ ഈ എന്താ ഭരണഘടനാ ഭേദഗതി 10-18 നിയമമൊക്കെ മാറ്റിയിട്ടൊക്കെ വേണം. ഇത് പെട്ടെന്ന് എങ്ങനെ നടക്കുമെന്ന് നമുക്ക് അറിയില്ല. നടന്നാൽ എന്താ സംഭവിക്കുക? ഞാൻ അതിലേക്കാണ് ഇനി വരുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിൽ ഇത് പറയാൻ പറ്റുള്ളൂ. അതായത് പറഞ്ഞത് എല്ലതും പശു ഒരു മൃഗമാണ് എന്ന് പറയുന്നത് പോലെ പറയാൻ പറ്റില്ല. ഇതൊരു വലിയ കഷ്ടാണ്. ഈ പശ്ചാത്തലത്തിൽ നിങ്ങൾ ഇലക്ഷനിലേക്ക് വരൂ. നിങ്ങൾ എന്തിനാണ് വോട്ട് ചെയ്യുന്നത്? ഇപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ട്. നിയമസഭാ ഇലക്ഷൻ വരികയാണ് 2026. എന്താണ് നിങ്ങളുടെ മോട്ടീവ്? നിങ്ങൾ എന്തിനു വോട്ട് ചെയ്യുന്നു? ചിലപ്പോ പറയും നമ്മുടെ ചിഹ്നാണ്, നമുക്ക് വേണ്ടപ്പെട്ട ആളാണ്, എന്റെ വീട്ടിൽ വന്ന ആളാണ്, എന്നെ കെട്ടിപ്പിടിച്ച ആളാണ്. പല ജാതി കാര്യങ്ങളാണ് കേട്ടോ. മറ്റേയാള് ചിരിക്കില്ല, ഇയാള് ചിരിക്കും, അങ്ങനെയൊക്കെ ഉണ്ട്. ഞാൻ ഭരണഘടനയുടെ താല്പര്യം പറയാം. ഭരണഘടന നിങ്ങളോട് വോട്ട് ചെയ്യാൻ ആവശ്യപ്പെടുന്നത്, ഞാൻ പറഞ്ഞില്ല 47 മുമ്പല്ല, ഭരണഘടന നിങ്ങളോട് വോട്ട് ചെയ്യാൻ ആവശ്യപ്പെടുന്നത് നിങ്ങൾ 5 കൊല്ലത്തേക്ക് സ്റ്റേബിളായ ഒരു ഗവൺമെന്റിനെ തെരഞ്ഞെടുക്കൂ എന്നതിനാണ്. അതിനുള്ള അവസരം 5 കൊല്ലം. അതെന്താണ്? 5 കൊല്ലം ഒരു ചെറുതാണ്, പക്ഷെ മതിയായതാണ്. അതുകൊണ്ട് ചെറുതല്ല. ഒരു ഡയലക്റ്റിക്സ് ഉണ്ടായില്ല. സ്റ്റേബിൾ ആണ്. 5 കൊല്ലം അപ്പുറത്തായാൽ അത് ഏകാധിപത്യത്തിന്റെ മറ്റു പലതിലേക്കും പോകും. അതുകൊണ്ട് നോക്കൂ, 5 കൊല്ലം നീണ്ടു നിൽക്കുന്ന നിയമസഭ ആർട്ടിക്കിൾ 82. 5 കൊല്ലം കഴിഞ്ഞാൽ നിലനിൽക്കാൻ പാടില്ലാത്ത നിയമസഭ ആർട്ടിക്കിൾ 85, 82, 83, 85, 82, 85 ഓർമ്മയില്ല. ഇതാണ് കറക്റ്റാണ്. അപ്പൊ നിങ്ങൾ 5 കൊല്ലത്തെ ഗവൺമെന്റിനെയാണ് തെരഞ്ഞെടുക്കുന്നത്. 5 കൊല്ലത്തെ ഗവൺമെന്റിനെ തെരഞ്ഞെടുക്കാൻ എന്ത് വേണം? നിങ്ങൾക്ക് 5 കൊല്ലത്തെ നിയമസഭ വേണം, ലെജിസ്ലേച്ചർ വേണം. അതിൽ നിന്നാണ് നിങ്ങൾ എക്സിക്യൂട്ടീവിനെ തെരഞ്ഞെടുക്കുക. എന്താണ് ഈ ഭേദഗതി വന്നാൽ ഉണ്ടാവുക? ഇപ്പോ 26 കേരളത്തിലെ ഇലക്ഷൻ അല്ലെ? 25 ഫോർ എക്സാമ്പിൾ കേട്ടോ, ഒരു ഹൈപ്പോത്തറ്റിക് ആയിട്ടുള്ള കാര്യമാണ്. ഇതിന് ഈ 108 നൂലാമാല ഉണ്ട്. എന്നാലും ഞാൻ അത് നടന്നു എന്ന് കൂട്ടുക. 25 ഒരു ജനറൽ ഇലക്ഷൻ നടക്കുകയാണ്. പാർലമെന്റിലേക്കും നിയമസഭകളിലേക്കും ഒക്കെ ഇലക്ഷൻ നടക്കുകയാണ്. കേരളം 26 ആദ്യത്തെ ഫേസിൽ. അപ്പൊ കേരളത്തിൽ ഇല്ല. കേരളത്തിൽ 26 നടക്കുക.
നിങ്ങൾ 26-ലെ ഇലക്ഷനിൽ വോട്ട് ചെയ്യുന്നത് ഞാൻ ഈ പറഞ്ഞ പോലെ 5 വർഷത്തെ സർക്കാരിനെ ഉണ്ടാക്കാനാണ്. പക്ഷെ ആ സർക്കാരിന് 4 കൊല്ലം ഉണ്ടാവുള്ളൂ. കാരണം 25 കഴിഞ്ഞ 30-ൽ പാർലമെന്റ് അവസാനിച്ചു. പാർലമെന്റ് അവസാനിക്കുന്നതോടുകൂടി നിയമസഭകൾ അവസാനിക്കും. നിയമസഭകൾ അവസാനിച്ചാല് എന്തില്ല, സ്വാഭാവികമായിട്ടും പിന്നെ അതിന്റെ അപ്പുറത്തുള്ള സർക്കാരും കാര്യങ്ങളും. കാരണം നിയമസഭയിൽ നിന്നാണല്ലോ സർക്കാർ ഉണ്ടാവുന്നത്. ഫലത്തിൽ എന്താ ഉണ്ടാവുക? ഒരു ഷോർട്ട് പൊളിറ്റിക്സിന്റെ സ്വഭാവം മാറും. ഇന്ത്യയിൽ പൊളിറ്റിക്സിന്റെ സ്വഭാവം മാറും. ഷോർട്ട് ടേം പൊളിറ്റിക്സ് വരും. കാരണം എന്താ? നിങ്ങളൊക്കെ ഒരു സർക്കാരാണെന്ന് വിചാരിക്കുക. നിങ്ങൾ 5 കൊല്ലത്തെ സർക്കാർ, 5 കൊല്ലത്തെ പദ്ധതി, ആ അപ്പുറത്തേക്ക് ഇതൊക്കെ വിഭാവനം ചെയ്യുക. ഇതൊന്നുമില്ല. നിങ്ങൾ ഓരോ മിനിറ്റിലും വിചാരിക്കുക നിങ്ങൾ 1 കൊല്ലം കഴിഞ്ഞ് മാറ്റപ്പെടാം. നിങ്ങള് നോർത്തിൽ എവിടെ, ജാർഖണ്ഡിലോ എവിടെ കണ്ടില്ലേ, ഒരു MLA ഉള്ള ഒരാള് മുഖ്യമന്ത്രിയായി. ഒരു MLA. അത് പിന്നെ അങ്ങനെ കണ്ടിട്ടുള്ളത് മോഹൻലാലിന്റെ ഒരു പഴയ സിനിമയിലാണ്. ആലോചിച്ച് നോക്കൂ. 50-60 MLA-മാരുള്ള ഒരു സ്ഥലത്ത് ഒരു MLA ഉള്ള ഒരാൾ മുഖ്യമന്ത്രിയാകുന്നു എന്നത് ഭരണഘടനയുടെ താല്പര്യമല്ല യഥാർത്ഥത്തിൽ. എന്തായിരിക്കും അയാളുടെ മനോഭാവം? അയാൾ ഈ ഷോർട്ട് ടേം പൊളിറ്റിക്സിന്റെ ആളാവും. അപ്പൊ പെട്ടെന്ന് കാശുണ്ടാക്കുക, പെട്ടെന്ന് അവനവന്റെ ആളുകളെ തിരികെ കയറ്റുക. ഈ മട്ടിലേക്ക് ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ സ്വഭാവത്തെ തന്നെ മാറ്റിമറിക്കും. ലോങ് ടേം ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവില്ല. കാരണം ലോങ് ടേം ആയിട്ടുള്ള ഒരു എക്സിക്യൂട്ടീവ് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഒരു 5 കൊല്ലത്തേക്ക് ഒരു നിയമസഭ, 5 കൊല്ലത്തേക്കുള്ള ഒരു സർക്കാർ എന്ന് വെക്കുക. 2.5 കൊല്ലം കഴിഞ്ഞു ഒരു ക്രൈസിസ് വന്നു. ഞാൻ ചെലവിലേക്ക് വരാൻ കേട്ടോ. അതാണ് ഇപ്പൊ ആകെ പ്രശ്നം. ഈ 5 വർഷം 3 തവണ ഇലക്ഷൻ ഡ്യൂട്ടി എടുക്കുന്നത് കഴിഞ്ഞാൽ പിന്നുള്ള വലിയ പ്രശ്നം ചെലവാണ്. അതിലേക്ക് ഞാൻ വരാം അവസാനം, എന്നിട്ട് അത് അവസാനിപ്പിക്കാം. ഞാൻ പറഞ്ഞ 2.5 കൊല്ലത്തിൽ ക്രൈസിസ് വന്നു വിചാരിക്കാം. എന്തെങ്കിലും സർക്കാരിന് ഭൂരിപക്ഷം ഇല്ല, അല്ലെങ്കിൽ അങ്ങോട്ട് മാറി ഇങ്ങോട്ട് എന്തെങ്കിലും ഇലക്ഷൻ വരികയാണ്. യഥാർത്ഥത്തിൽ എന്താണ് ഇലക്ഷൻ? നോക്കൂ, ഇലക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിന്റെ ഒരു ഡെമോക്രാറ്റിക് ഡിസ്കോഴ്സിന്റെ ഭാഗമാണ്. അല്ലാതെ നിങ്ങൾ ഒരു സൂപ്പർ മാർക്കറ്റിൽ ചെന്നിട്ട് ഒരു 10 സോപ്പിൽ നിന്ന് റെക്സോണ സോപ്പ് തെരഞ്ഞെടുക്കണ പോലെയുള്ള ഒരു തെരഞ്ഞെടുപ്പല്ല. നമ്മളിപ്പോ ആ മട്ടിലായിരുന്നു. അത് വേറൊരു കാര്യം. അതുകൊണ്ടാണ് സ്ഥാനാർത്ഥിനൊക്കെ ഇനിയിപ്പോ പഞ്ചായത്ത് ഇലക്ഷൻ വരിക. അപ്പൊ ഞങ്ങളെപ്പോൾ ഉള്ളവർ ഇങ്ങനെ കടകം തിരിയാൻ പാടില്ല. പണ്ട് കോളേജ് യൂണിയൻ ഇലക്ഷനിലൊക്കെ ഞാൻ SFIയുടെ ഒക്കെ ഭാരവാഹിയൊക്കെ ആകുമ്പോ അങ്ങനെയൊക്കെയാണ്. നല്ല ചന്തള്ള കുട്ടികൾ വേണം, അങ്ങനെ പല ജാതി മാനദണ്ഡങ്ങളും ഉണ്ടാവും. ആ മട്ടിലൊക്കെ പഞ്ചായത്തിലും നിയമസഭയിലും വരെ മാറുക കേട്ടോ. നല്ല പോസ്റ്റർ കാണാൻ, നല്ല നല്ല ചന്തം, നല്ല ചിരി, TV-യിലൊക്കെ നല്ല പെർഫോമൻസ്, നല്ല എന്താ പറയാ ഒരു കാഴ്മ, ഒരു സുഖം ഇല്ലേ? അത് നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ എന്തുകൊണ്ടാണ് ഒരു സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഈ പർട്ടിക്കുലർ സോപ്പ് തിരഞ്ഞെടുക്കുന്നത്? നിങ്ങൾക്ക് വല്ല ബുദ്ധിയുണ്ടോ? നിങ്ങൾക്ക് അതിന് ഉത്തരമുണ്ട്? ഇല്ല. കഴിഞ്ഞ ഒരാഴ്ച മറ്റേതായിരുന്നു, അതും അടുത്തു. ഇനി ഒരാഴ്ച ഇതും അടുത്തത് പറന്ന്. ഏറെക്കുറെ രാഷ്ട്രീയ പാർട്ടികളെ അമ്മട്ടിൽ തിരഞ്ഞെടുക്കുന്ന ലളിതമായിട്ടുള്ള മനോഭാവങ്ങളിലേക്ക് ഒരു നാടാകെ എത്തിപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കണം, എലക്ഷൻ ഈസ് നോട്ട് എ മിയർ സെലക്ഷൻ. അങ്ങനെയല്ല. അത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ 2.5 കൊല്ലമായിട്ട് നിങ്ങൾക്കൊരു ആ സർക്കാർ വേണോ, ഈ സർക്കാർ വേണോ, അയാള് വേണോ, ഇയാള് വേണോ എന്ന ഒരു സന്നിഗ്ധാവസ്ഥയിലെ ഒരു നാട്, ഏത് നാട്, ഒരു ഡെമോക്രാറ്റിക് സൊസൈറ്റി എത്തിപ്പെട്ടാല് ആ പ്രശ്നത്തെ സോൾവ് ചെയ്യാനുള്ള ഒരു ഡെമോക്രാറ്റിക് ഡിസ്കോഴ്സിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് എലക്ഷൻ. അതിന്റെ ചെലവ് എന്ന് പറയാൻ പറ്റില്ല. അതിപ്പോ നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നതിന്റെ ചെലവ് പറയണ പോലെയുള്ളൂ. അങ്ങനെ നമ്മൾ ഈ ലളിത യുക്തി വെച്ചിട്ടാണേ അതിന് ചെലവുണ്ടാവും. ചെലവ് ചുരുക്കാൻ വേറൊരു കാര്യം, അത് വേറൊരു കാര്യമാണ്. അതാരാ ചെയ്യേണ്ടത്? നിങ്ങൾ ഇലക്ട്രൽ ബോണ്ടിന്റെയും മറ്റിന്റെയും മറിച്ചിന്റെയും കഥയൊക്കെ നോക്കൂ. ഈ നിർദ്ദേശം വെച്ച് ചെലവ് ചുരുക്കാനാണ് എന്ന നിർദ്ദേശം വെച്ചിട്ടുള്ള BJP അവർ ഈ രാജ്യത്ത് നാട്ടില് ചെലവഴിക്കുന്ന പണത്തിന് കയ്യും കണക്കുമില്ല. അതിന് സോഴ്സ് ഉണ്ടാവും. നോക്കൂ നിങ്ങൾ.
2014 അധികാരത്തിൽ വന്നതിന് ശേഷം ഇന്ത്യയിലെ 9 സംസ്ഥാന സർക്കാരുകളെ ഇവർ അട്ടിമറിച്ചു. ആലോചിക്കണം. അതിലൊന്നാണ് മണിപ്പൂർ, ഗോവ, കർണാടക, മഹാരാഷ്ട്ര, അല്ലെ, അരുണാചൽ പ്രദേശ്, മണിപ്പൂർ അട്ടിമറിച്ചതാണ്. ജനഹിതത്തെ അട്ടിമറിച്ചിട്ട് വേറൊരു സാധനത്തിനെ കൊണ്ടുവന്നാണ്. മണിപ്പൂരിലെ സ്ഥിതി ഇപ്പൊ ഞാൻ പറയണ്ടല്ലോ. അപ്പൊ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ഞാൻ പറഞ്ഞതിന്റെ ഒരു ചുരുക്കം എന്താന്ന് വെച്ചാൽ, ഈ എലക്ഷൻ എന്ന് പറയുന്ന ഈ രാഷ്ട്രീയ പ്രക്രിയ ഉണ്ടല്ലോ, അതിനെ ഞാൻ ഈ പറഞ്ഞ വിശാലമായിട്ടുള്ള ആധുനിക ഇന്ത്യൻ രാഷ്ട്രത്തിന്റെ ലക്ഷ്യത്തിന്റെ പശ്ചാത്തലത്തിൽ വേണം നമ്മൾ ഇമ്പോസ് ചെയ്യാൻ. ആ പശ്ചാത്തലത്തിൽ ഇതിനെ വെക്കണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് വെറും ചെലവായിരിക്കാം. ഞാൻ വീണ്ടും പറയാണ്, ചെലവ് ചുരുക്കേണ്ടത് വേറൊരു കാര്യമാണ്. ചെലവ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറ്റുമോ? അങ്ങനെ പറ്റില്ല. നിങ്ങൾ എന്നെ ചെലവിന്റെ ഒരു കാര്യം നോക്കൂ. ഇത് 17ാം ലോക്സഭയാണല്ലോ. 1ാം ലോക്സഭ ഇലക്ഷൻ 51-52 കാലത്താണ്. ആ സമയത്ത് ഇന്ത്യയിൽ 17.32 കോടി വോട്ടർമാരാണുള്ളത്. 1ാം ലോക്സഭ ഇലക്ഷന്റെ സമയത്ത് ചെലവ് 10.65 കോടി രൂപയാണ്. 16ാം ലോക്സഭയിൽ, കഴിഞ്ഞ ലോക്സഭയിൽ 83.4 കോടി വോട്ടർമാരാണ് ഉണ്ടായിരുന്നത്. അതില് 60,000 കോടി രൂപയാണ് ചെലവ്. ഒരു വർധനവ് നോക്കണേ. ഈ 17ാം ലോക്സഭയിൽ 92 കോടി വോട്ടർമാരാണ്. ഏകദേശം 98-92 കോടി വോട്ടർമാരാണ്. അത് വേറൊരു തമാശയുണ്ട്. 5 കോടി വോട്ട് കാണാനില്ല എന്ന് പറഞ്ഞിട്ട് സുപ്രീം കോടതിയിൽ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. മഹാരാഷ്ട്രയിൽ എണ്ണിയപ്പോ എത്ര 80 ലക്ഷം വോട്ട് കാണാനില്ല. ഇലക്ഷൻ കമ്മീഷൻ ആദ്യം പറഞ്ഞതും രണ്ടാമത് പറഞ്ഞതും. ഈ 2024 ഇലക്ഷനിൽ കഴിഞ്ഞപ്പോ 5 കോടി വോട്ട് ആദ്യം പറഞ്ഞത് എണ്ണിയപ്പോ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ടുള്ള കേസ് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ജാതി സാധനങ്ങളൊക്കെ അണിയറയിൽ കൂടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അത് വേറൊരു കാര്യം. അപ്പോ 92 കോടി ആൾക്കാരാണുള്ളത്. അതിലെ ചെലവ് 1,35,000 കോടി രൂപയാണ്. ചെലവ് എല്ലാ ചെലവും കൂടിയാണ് കേട്ടോ. സർക്കാരിന്റെ ചെലവ് മാത്രമല്ല, പാർട്ടിക്കാര് പിന്നെ ബോർഡ് വെക്കുന്നതും അതും ഇതും സ്ഥാനാർത്ഥി മറ്റതും മറിച്ചതും ഒക്കെ ചേർന്ന ചെലവാണ്. ചെലവ് ക്രമാതീതമായി വർദ്ധിച്ചു എന്നുള്ളത് സത്യമാണ്. ആരാ വർദ്ധിപ്പിച്ചത്? അതല്ലേ നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. ഈ ചെലവിന്റെ ഒരു കാര്യം നോക്കൂ. 1 മുതൽ 5 വരെ ലോക്സഭ തെരഞ്ഞെടുപ്പുകളിൽ ചെലവ് ഏറെക്കുറെ ഒരുപോലെയായിരുന്നു. ചെറിയ കാലത്തിന്റെ അനുസരിച്ചിട്ടുള്ള ഒരു ചെറിയ മാറ്റം ഉണ്ടെങ്കിലും ക്രമാതീതമായ ചെലവ് ഉണ്ടായിരുന്നില്ല. 52-ലെ 1ാം ലോക്സഭ തൊട്ട് 5ാം ലോക്സഭ വരെ. 89-ലാണ് ലോക്സഭാ ഇലക്ഷന്റെ ചെലവ് 100 കോടി കടന്നത്. 2014 ശേഷം അത് പിന്നെ എന്താ പറയാ 1000 കോടിയുടെ മുകളിലേക്ക് കടന്നു. ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ 1,35,000 40,000 എന്ന ഒരു റൗണ്ട് അങ്ങനെ പറയുന്നു, അതിലേക്ക് വന്നു. ഇനി ഒരു എന്താ പറയാ പെർ ഹെഡിന്റെ ഒരു ചെലവ് നോക്കാം കേട്ടോ. ഇതൊക്കെ കണക്കുകളുണ്ട്. 2009-ല് 15.45 രൂപ 45 പൈസ. 2009 ആദ്യ ലോക്സഭയിൽ 60 പൈസയാണ് ഒരാൾക്ക് ചെലവായത്. എന്ന് വെച്ചാല് ഞാൻ ഈ പറഞ്ഞ നിങ്ങളുടെ വളരെ ഗൗരവപ്പെട്ടിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രക്രിയയില് ഒരു പൗരൻ ചെലവഴിച്ച പൈസ അല്ലെങ്കിൽ തുക 60 പൈസയായിരുന്നു 1ാം ലോക്സഭ ഇലക്ഷനിൽ. അത് കൂടി വന്നു. 2009 ആയപ്പോഴേക്ക് 15 രൂപ 45 പൈസയായി. 2014 അത് 56 രൂപ 47 പൈസയായി. 2019 കഴിഞ്ഞ തവണ ഞാനും നിങ്ങളുമൊക്കെ നരേന്ദ്രമോദിനെ തെരഞ്ഞെടുക്കാൻ വേണ്ടി ചെലവിട്ട സംഖ്യ 98.4 98 രൂപ 40 പൈസയാണ് ചെലവഴിച്ചത്. 2024 നിങ്ങൾ കണക്കാക്കണം കേട്ടോ. ഞാനൊരു അസൈൻമെന്റ് തരികയാണ്. 92 കോടി വോട്ടർമാരുണ്ട്. 1,35,000 കോടി രൂപ ചെലവായിട്ടുണ്ട്. ഞാൻ കണക്കിൽ ഇത്തിരി പിന്നിലാണ്, നിങ്ങൾ കണക്കായിക്കോളി. നമ്മള് ഈ പിന്നെ കാശ് കൊടുത്ത് കടിക്കണ പട്ടിയെ വാങ്ങാന്ന് കേട്ടിട്ടുണ്ടോ? ആ മാതിരി പരിപാടിക്ക് ഞാനും നിങ്ങളും ചെലവാക്കിയ സംഖ്യയാണ്. എത്ര 1000-1500 വരും തോന്നുന്നു, അറിയില്ല എനിക്ക്. അത്രയും രൂപ നമ്മൾ ചെലവഴിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഈ ഒരു പശ്ചാത്തലത്തിൽ ജനങ്ങൾ മുന്നോട്ട് വെക്കേണ്ട ഒരു കാര്യം എന്താ? ഞങ്ങൾ ചെലവ് ചുരുക്കാൻ തയ്യാറാണ്.
ആരാണ് വോട്ടർമാർക്ക് കള്ളു വാങ്ങിച്ചു കൊടുത്തത്? അതും കൂടി പെട്ടതാട്ടോ. 1.35 ആലോചിച്ച് നോക്കണം. ഏതെങ്കിലും സ്ഥാനാർത്ഥി കള്ള് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടെച്ചാല്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടെച്ചാല്, നിങ്ങള് ഞാൻ കഴിഞ്ഞ ഇലക്ഷന്റെ സമയത്ത് ഇവിടെ നോർത്ത് ഈസ്റ്റിൽ പോയ ഒരാൾ പറയണ്ടായി, ഓരോ പോലീസുകാർക്ക് ഈ സർക്കാർ ഒഫീഷ്യൽസിന് 25,000-50,000 റുപ്യ. നിങ്ങൾ കേരളത്തിന് വെളിയിൽ ഇലക്ഷനൊക്കെ നടക്കുമ്പോൾ മറ്റു സ്ഥലങ്ങളിലൊക്കെ പോയി നോക്കും, ചെറുത്തവും ചൂരും ഉണ്ടാവില്ല. ഇങ്ങനെ ഒരു സാധനം നടക്കണേ ഇവരും പലയിടത്തും അറിയാണ്ടാവില്ല. നോർത്ത് ഈസ്റ്റിലൊക്കെ പോയാൽ പറയണ്ട കേട്ടോ, ഒരു സംഗതി ഉണ്ടാവില്ല. പക്ഷെ പേപ്പറിന്റെ ഇടയിൽ ഒരു സാധനം വരെയുണ്ടാവും, കടലാസ നോട്ടാ, 500 റുപ്യ 5000 റുപ്യ, അതൊക്കെ ചേർത്തതാണ് ഈ സാധനം. അത് ജനങ്ങളാ ചെയ്തത്, ജനങ്ങൾ ചെയ്തതല്ല. ഈ വലതുപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ അനാരോഗ്യകരമായിട്ടുള്ള ഈ ഒരു പ്രവണതയെ, പണം കൊടുത്ത് വോട്ട് വാങ്ങിക്കുന്ന പ്രവണതയെ നമ്മുടെ ഈ ജനാധിപത്യ സിസ്റ്റത്തില് അടിച്ചേൽപ്പിച്ചതല്ലേ, അതിൽ ഇഞ്ചക്ട് ചെയ്തതല്ലേ. അല്ലെങ്കിൽ അഭിപ്രായങ്ങൾ മാനിപ്പുലേറ്റ് ചെയ്യാൻ മാധ്യമങ്ങൾക്ക് പൈസ കൊടുത്തിട്ട്, അതും കൂടെ പരസ്യം കൊടുത്തിട്ട് യഥാർത്ഥത്തിലുള്ള ജനാഭിപ്രായങ്ങളെ അട്ടിമറിക്കാൻ വേണ്ടിയിട്ടാണ് ഈ 1.35 ലക്ഷം കോടി. അല്ലാണ്ട് ഇത് ബാലറ്റ് പേപ്പറിനും മറ്റേ അല്ല എന്തെങ്കിലും ഒഫീഷ്യൽസിന് ഫുഡ് വാങ്ങിച്ചു കൊടുത്തതിനൊന്നും അല്ല. അതൊക്കെ എത്രയോ 1.5 അല്ലെങ്കിൽ 2% ഒക്കെ ഉള്ളൂ. ഈ പൈസ കുറയ്ക്കട്ടെ എന്ന് ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികൾ തീരുമാനിക്കട്ടെ എന്ന് ജനങ്ങൾ തീരുമാനിക്കണം. നിങ്ങളുടെ കള്ളും ഫുഡും ഞങ്ങൾക്ക് വേണ്ട. നിങ്ങൾ ആ കണക്കൊക്കെ എഴുതി കൂട്ടിയിട്ട് ഇന്ത്യയുടെ ജനാധിപത്യ പ്രക്രിയയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനത്തിനെ അട്ടിമറിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് പറയാനുള്ള പൊളിറ്റിക്കൽ അവയർനെസ് ആണ് ഈ രാജ്യത്തെ ജനങ്ങൾ ഇപ്പൊ കാണിക്കേണ്ടത്. അവരുടെയും കൂടി നിലവിലാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മനസ്സിലാക്കണം. നിങ്ങളോട് ആരാ പറഞ്ഞത്? ഈ പത്രത്തിൽ ഈ വലിയ പരസ്യം കൊടുക്കാൻ ആര് പറഞ്ഞു? നിങ്ങളോട് ഞങ്ങൾ പറഞ്ഞു. ഈ ചാനലിൽ ഇങ്ങനെ പരസ്യം കൊടുക്കാൻ ആര് പറഞ്ഞു? ഈ കോടിക്കണക്കിന് രൂപ ചെലവഴിക്കാൻ നിങ്ങളത് നിർത്തൂ. ആ പൈസയ്ക്ക് വേണ്ടിയിട്ടല്ലേ ഈ കോർപ്പറേറ്റുകളുടെ കയ്യിൽ നിന്നൊക്കെ ഈ ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികൾ ഏതാണ്ടല്ല, ഏത് പാർട്ടികളല്ലാത്തത് ഞാനത് കൂടെ പറയേണ്ട കാര്യമില്ലല്ലോ. അത് നിർത്താനാണ് ജനങ്ങൾ ഭരിക്കുന്ന ആൾക്കാരെയും രാഷ്ട്രീയ പാർട്ടികളെയും നിർബന്ധിക്കേണ്ടത് കേട്ടോ. ഇത് ആരുടെ ഭാഗത്തു നിന്നാണ്? അതുകൊണ്ട് പറഞ്ഞിട്ട് അവസാനിപ്പിക്കാൻ, ഇത് ആരുടെ ഭാഗത്തു നിന്നാണ് ഈ ഒരു നിർദ്ദേശം വന്നത്? ഇന്ത്യയിലെ ജനങ്ങൾ ആവശ്യപ്പെട്ടോ? ഞങ്ങൾക്ക് ഈ ഇടയ്ക്കിടയ്ക്ക് ഇലക്ഷൻ ഉണ്ടാകുന്നത് ബുദ്ധിമുട്ടാണ്, ഞങ്ങൾക്ക് പൈസ ചെലവാകുന്നുണ്ട്? ഇല്ല. ഏതെങ്കിലും സ്റ്റേറ്റുകൾ ആവശ്യപ്പെട്ടോ? ഞാൻ പറഞ്ഞല്ലോ, ഇന്ത്യ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് ആണ്. അല്ലാണ്ട് ഈ തലപ്പത്തുള്ള ദൈവത്തിന് തോന്നുന്നത് ചെയ്യാൻ പറ്റുന്നതൊന്നും അല്ല. ഇവിടെ ഇന്ത്യയിലെ ഏത് സ്റ്റേറ്റ് ആണ് ആവശ്യപ്പെട്ടത്? BJP ഭരിക്കുന്ന സ്റ്റേറ്റുകൾ ആവശ്യപ്പെട്ടോ? അവരുടെ ഒരു കൺസെന്റ് വേണ്ടേ? സംസ്ഥാന നിയമസഭകൾ എന്താ നിസ്സാര കാര്യം? 5 കൊല്ലത്തേക്ക് നിങ്ങൾ തെരഞ്ഞെടുത്ത ഒരു സർക്കാർ 4 കൊല്ലം കഴിഞ്ഞാൽ പടിയിറങ്ങി പോകണം എന്ന് തീരുമാനിക്കാൻ ആർക്കാണ് അധികാരം? ഈ രാജ്യത്ത് ആർക്കാണ് അധികാരം? ഭരണഘടന ആ അധികാരം ആർക്കും നൽകിയിട്ടില്ലല്ലോ. ഇത് നൽകിയിട്ടില്ല എന്ന് പറയണം. അതുകൊണ്ട് ഇത് ആരും ആവശ്യപ്പെട്ടതല്ല. അപ്പൊ പിന്നെ എങ്ങനെ വന്നു? അതാണല്ലോ ചോദ്യം. അതൊന്നും ഐഡിയോളജിക്കൽ ആയിട്ടുള്ള കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു. ഈ വൈവിധ്യങ്ങളെ, ജനാധിപത്യത്തെ, പ്ലൂറലിസത്തെ, ഫെഡറലിസത്തെ സംഘപരിവാർ അംഗീകരിക്കുന്നില്ല. അത് ഐഡിയോളജിക്കൽ ആയിട്ടുള്ള കാര്യമാണ്. അവരുടെ ദർശനം എന്താ? അത് നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കണം കേട്ടോ. ഇപ്പൊ മാർക്സിസ്റ്റുകൾ പറയാ ഞങ്ങൾ മാർക്സിസമാണ് അല്ലെ, കോൺഗ്രസ്സുകാർ പറയാ ഗാന്ധിസമാണ്. നടക്കുന്നുണ്ടോ നടക്കില്ല എന്നുള്ള പിന്നത്തെ കാര്യം, പ്രസംഗിക്കാനെങ്കിലും പറയാണ്ട. എന്താണ് BJPയുടെ ഐഡിയോളജി? എന്താണ്? ഹിന്ദുത്വ, ഹിന്ദു രാഷ്ട്രം എന്നുള്ള ഒരു ലക്ഷ്യമാണ്. ഏകാത്മക മാനവ ദർശനം. അങ്ങനെയൊന്നും കിട്ടാം. ദീനദയാൽ ഉപാധ്യായ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കക്ഷിയുടെ ഞാനിത് വല്ലാതെ പരിശ്രമിച്ചു നോക്കി ഇത് എന്താണെന്ന് മനസ്സിലാവും. നല്ല ബുദ്ധിമുട്ടാണ് ഈ സാധനം. കാരണം ഈ ഉള്ളി തോലി ഒളിച്ച മട്ടാണ്. അവസാനം ഇങ്ങനെ ചെല്ലുമ്പോൾ ഒന്നും ഉണ്ടാവില്ല. അപ്പൊ അവസാനം കിട്ടിയൊരു കാര്യമുണ്ട്. അതെന്താന്ന് വെച്ചാൽ ഒരു വ്യക്തിയുടെ ആത്മപ്രഭാവം ഒരു രാജ്യത്തിന്റെ ആത്മപ്രഭാവമായിട്ട് വികസിപ്പിക്കുക. അത്രയും. ഇപ്പൊ എന്തെങ്കിലും മനസ്സിലായി? അത്രയൊക്കെ തന്നെ എനിക്ക് മനസ്സിലായിട്ടുള്ളൂ. ഇതാണ് ഐഡിയോളജി. തീർന്നില്ലേ? ആ രാജ്യത്തിന്റെ ആത്മപ്രഭാവം ലോകത്തിന്റെ ആത്മപ്രഭാവമായിട്ട്, ലോകത്തിനും കൂടിയും ഭീഷണിയാട്ടോ. ഇറ്റ മനസ്സിലാക്കിയിട്ടില്ല. അത് ട്രംപ് ഒന്നത് മനസ്സിലാക്കാനിട്ടാ. മൈ ഫ്രണ്ട് ഇവിടെ മാത്രം നിൽക്കില്ല. അത് ഇതിന് ജീവൻ കിട്ടിയ. ഇതാണ് ഈ ഏകാത്മക മാനവ ദർശനം. ഇതാണ് ഐഡിയോളജി.
ഈ ഐഡിയോളജിയിൽ ഞാൻ ഈ പറഞ്ഞ ആധുനിക ഇന്ത്യ പങ്കുവെക്കുന്ന ഒന്നും തന്നെ ഇല്ല. ഇനി അതിന്റെ പ്രായോഗിക രാഷ്ട്രീയം ഉണ്ട്. ഇത് രണ്ടും ചേർന്നതാ, അല്ലാണ്ട് വെറും ആകാശത്തിരുന്നുള്ള ഫിലോസഫി അല്ല. പ്രായോഗിക രാഷ്ട്രീയം ഇമാതിരി തലകുത്തി മറന്നിട്ട് 2024 ഇലക്ഷനിൽ BJPക്ക് കിട്ടിയത് 36 അല്ലെ, 37 ഇല്ല. എന്തൊക്കെ ചെയ്തു ആലോചിച്ച് നോക്കൂ നിങ്ങൾ. 100 വർഷമാണ്, 5 കൊല്ലം 10 കൊല്ലം അല്ലേ 2024 BJPയുടെ അല്ലെങ്കിൽ NDAയുടെ ഇലക്ഷൻ റിസൾട്ട് എന്ന് പറയുന്നത് 5 കൊല്ലം കൊണ്ടും 10 കൊല്ലം കൊണ്ടും ഉണ്ടായതല്ല. അത് 100 വർഷത്തെ ഒരു പൊളിറ്റിക്കൽ പ്രോസസ്സിന്റെ ബാക്കിയാണ്. അങ്ങനെയൊക്കെ ചെയ്തിട്ട് അതിന്റെ ഇടയിൽ എന്തൊക്കെ ചെയ്തു. രാജ്യത്തിന്റെ അച്ഛനെ വരെ വെടിവെച്ചു വന്നു അല്ലേ. വർഗീയ കലാപങ്ങൾ, ലഹളകൾ, എന്തെല്ലാം വിഭജനങ്ങൾ. അങ്ങനെയൊക്കെ ചെയ്തിട്ട് കിട്ടിയത് 37% വോട്ട് തികച്ചില്ല. ദാറ്റ് മീൻസ് മഹാഭൂരിപക്ഷം ഇന്ത്യക്കാരും ഈ ദർശനത്തിന്റെ ഒക്കെ അപ്പുറത്തുള്ള അത് ഒരു കൂടി ഇല്ല എന്നുള്ളതാണ് ഇന്ത്യൻ ജനാധിപത്യം ഇന്ന് നേരിടുന്ന വലിയ വെല്ലുവിളികളെന്ന്. അത് വേറൊരു വിഷയമാണ്. 65% ആളുകൾ ഇതിന് വെളിയിലാണ്. അതുകൊണ്ടോ 2024 36 കഴിഞ്ഞ കൊല്ലത്തേക്ക് 1% വോട്ട് കുറയായത്. അപ്പൊ മട്ടിൽ പോയാൽ അത് 35, 34, 30 അങ്ങോട്ട് പോയാലോ? അപ്പൊ അതിനെ ഈ ഏകോപിപ്പിക്കാൻ ഒരു സാധനം, അതിന് എന്താണ് ഇപ്പൊ ഈ ഒരു കാര്യം ചില പഠനങ്ങൾ നടന്നിട്ടുണ്ട്. അതായത് ഈ വിവിധ ഇലക്ഷൻ എന്ന് പറയുന്നത് അതിന്റെ സ്വഭാവങ്ങൾ വ്യത്യസ്തങ്ങളല്ലേ. ഇപ്പൊ പഞ്ചായത്ത് ഇലക്ഷന്റെ പാറ്റേൺ അല്ല നിയമസഭയുടെ. നമുക്കറിയാലോ, നിയമസഭയുടെ അല്ല പാർലമെന്റ് ഇലക്ഷന്റെ. 2019 പാർലമെന്റ് ഇലക്ഷനിൽ അമ്പേ പരാജയപ്പെട്ട ഇടതുപക്ഷം രണ്ടാം തുടർ ഭരണം പിണറായി വിജയന് ആൾക്കാർ നോട്ട് ചെയ്ത്. അത് വേറെ മനുഷ്യരില്ലല്ലോ. എന്താ കാര്യം? നിങ്ങൾ പാർലമെന്റിലേക്ക് വോട്ട് ചെയ്യുന്നത് ഒരു പാറ്റേണിൽ, നിയമസഭയിലേക്ക് വോട്ട് ചെയ്യുന്നത് വേറൊരു പാറ്റേണിൽ. അതേ നിങ്ങൾ 100 ദിവസം കഴിഞ്ഞിട്ട് ലോക്കൽ ബോഡിയിലേക്ക് ഇലക്ഷൻ നടക്കുമ്പോൾ വോട്ട് ചെയ്യുന്നത് വളരെ വളരെ വ്യത്യസ്തമായ മൂന്നാമത്തെ ഒരു പാറ്റേണിൽ. ഇതിനെ മാനിപ്പുലേറ്റ് ചെയ്യാനാണ്. ഈ വ്യത്യസ്തങ്ങളായിട്ടുള്ള ആവശ്യങ്ങളെ, പൊളിറ്റിക്കൽ പാറ്റേണുകളെ മാനിപ്പുലേറ്റ് ചെയ്യുക, അതിനെ അട്ടിമറിക്കുക. എന്നിട്ടൊരു മറ്റേ സാധനം ഒന്ന്. അതിന്റെ പഠനം എന്താണെന്നറിയോ? ബോംബെയിലെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, IDFC എന്ന് അതിന്റെ പേര്. ബോംബെ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഒരു NGO ആണ്. അതിൽ നടത്തിയിട്ടുള്ള ഒരു പഠനത്തിൽ പറയുന്നത്, ഒരുമിച്ച് ഇലക്ഷൻ നടന്നു വിചാരിക്കാം. ഒരുമിച്ച് ഇലക്ഷൻ നടന്നാൽ 77% ആളുകളും ഈ കേന്ദ്രം ഭരിക്കുന്ന, മുകളിൽ ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് വോട്ട് ചെയ്യാനുള്ള മനോഭാവം പ്രകടിപ്പിക്കും. ഒന്നും കാണാതെ പുഴ ചാടിയതല്ല കേട്ടോ. ഈ പാർലമെന്റിൽ ഭൂരിപക്ഷം ഒന്നുമില്ലാതിരുന്നിട്ടും ആലോചിച്ച് നോക്കണം, പൊള്ളാച്ചിയിലെ പുതപ്പ. പക്ഷെ ഇവിടെ ചവിട്ടണത് ഒന്നും കാണണ്ടല്ല. 36, 35 ആവും, 30 ആവും. അതിന്റെ മുമ്പ് 10 കൊല്ലം 5 കൊല്ലത്തിന്റെ ഇടയിൽ ഇത് എങ്ങനെയെങ്കിലും തരപ്പെടുത്തിയെടുത്താൽ മനുഷ്യരുടെ മനസ്സിനെ, അവരുടെ രാഷ്ട്രീയ അഭിരുചികളെ, തീരുമാനങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യുക, അട്ടിമറിക്കുക. അപ്പൊ അതിന് പറ്റണം ഈ പരസ്യം അതും ഇതൊക്കെ ചെയ്താൽ മതിയല്ലോ. ഇങ്ങനെ നിരവധി പഠനങ്ങൾ, ഞാൻ സമയമില്ലാത്തതുകൊണ്ട് ആ പഠനത്തിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുമല്ല. പക്ഷേ ഒരു സോഷ്യൽ സൈക്കോളജിയുടെ കൂടി ഭാഗമാണ്. അപ്പൊ ആ മട്ടിൽ സംഘപരിവാർ ഈ ഒരു ഡിമാൻഡ് വെക്കുന്നത്, അല്ലെങ്കിൽ ഈ ഒരു ആവശ്യം വെക്കുന്നത് ഒരേ സമയം ഐഡിയോളജിക്കലായും പ്രാക്ടിക്കലായും അവരെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട നിലനിൽപ്പിന്റെ ഒരു കാര്യമാണ് എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. അത് സംഭവിച്ചാൽ മറ്റു പലതിലും എന്നതുപോലെ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ, അതിന്റെ വൈവിധ്യത്തിന്റെ, വൈജാത്യത്തിന്റെ അടിത്തറയാണ് ഇല്ലാതെയായി പോവുക. അതുകൊണ്ട് ഇന്ത്യയിലെ ജനങ്ങൾ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ, ഞങ്ങളുടെ ചെലവില് നിങ്ങൾ ഈ നാടിനെ പൊളിക്കണ പരിപാടിക്ക് നിൽക്കരുത് എന്ന് പറയാനുള്ള ആർജവും രാഷ്ട്രീയമായിട്ടുള്ള അവബോധം കാണിക്കേണ്ടതാണ്. പക്ഷെ സ്വമേധയാ ജനങ്ങൾ അങ്ങനെ കാണിക്കും എന്ന് കരുതുക പ്രയാസമുള്ള ഒരു കാര്യമാണ് ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ. അതുകൊണ്ട് ജനങ്ങളിൽ നിന്ന് പഠിക്കുക, ജനങ്ങളെ പഠിപ്പിക്കുക എന്ന ഡയലക്റ്റിക്കൽ ആയിട്ടുള്ള ഒരു മാർസിയൻ രീതിയുണ്ട്. അപ്പൊ ആ രീതി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നാം ഇടതുപക്ഷ രാഷ്ട്രീയ സാംസ്കാരിക പ്രവർത്തകർ ജനങ്ങൾക്കിടയിൽ നിന്ന്, അവരിൽ നിന്ന് പഠിക്കുക, അവരെ പഠിപ്പിക്കാൻ ശ്രമിക്കുക എന്ന ഒരു ജീവിത രീതിയുടെ കൂടി ഭാഗമായി
നമ്മുടെ ജനാധിപത്യത്തെ സംരക്ഷിക്കാൻ ഉതകും വിധം ഈ കാര്യം ജനങ്ങൾക്കിടയിൽ പരമാവധി പ്രചരിപ്പിക്കാൻ ശ്രദ്ധിക്കണം എന്ന് മാത്രം ഈ സമയത്ത് സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.